ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും കഥയിലേക്ക് സ്വാഗതം. പ്രിയ പറഞ്ഞിട്ടുണ്ടല്ലോ ഗീതുവിനോടും ഗോവിന്ദനോടും 2 റൂമിൽ കഴിയണമെന്ന്. അപ്പോൾ അവർ 2 റൂമിലായിട്ട് കഴിയാനാണ് അവരോട് പറഞ്ഞേക്കുന്നത്. നേരിൽ കാണരുത് എന്നും പറഞ്ഞിട്ടുണ്ട്. ഒരു വീട്ടിൽ 2 പേർക്കും കഴിയാം, പക്ഷെ അവർ തമ്മിൽ പരസ്പരം കാണരുത്, എങ്കിൽ മാത്രമാണ് നിങ്ങളുടെ സ്നേഹം എത്രമാത്രം ഉണ്ട് എന്നറിയാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു. ഗീതുവിനും ഗോവിന്ദനും അത് വിഷമമുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ, പ്രിയ പറഞ്ഞു കഴിഞ്ഞാൽ ഗോവിന്ദന് അതിലൊരു മാറ്റം പറ്റില്ല. പ്രിയ പറയുകയും ചെയ്തുല്ലോ, അല്ലെങ്കിൽ ഞാൻ വല്ല ഓർഫനേജിലും പോകുമെന്നൊക്കെ. അപ്പോൾ അങ്ങനെ എന്താണേലും അവർക്ക് വേറെ വഴിയില്ലാതെ അത് അങ്ങനെ ചെയ്യേണ്ടി വന്നു. പക്ഷേ ആ അവസരം മുതലെടുക്കുന്ന രാധികാമ്മയാണ്. അപ്പോൾ രാധികാമ്മ വിചാരിക്കുന്നുണ്ട് ഈ അവസരം എങ്ങനെയാലും മുതലെടുക്കണം. അത് വരുണിൻ്റെ അടുത്ത് പറയുന്നുമുണ്ട്. അപ്പോൾ വരുൺ പറഞ്ഞു അവർ കണ്ടാൽ എന്താണ് കുഴപ്പമെന്ന് ചോദിക്കുമ്പോൾ പറയും ഈ പേരിൽ എങ്ങനെയാലും അവർ 2 പേരും 2 ആക്കണം. ഇത്രയും നമ്മൾ ടെൻഷൻ അടിച്ചിരുന്ന അവൾ പ്രഗ്നൻ്റ് ആണെന്ന് വിചാരിച്ചു. ഇപ്പം അതില്ല. അപ്പം എങ്ങനെയെങ്കിലും ഇവരിപ്പോൾ 2 ആയിട്ട് ഇങ്ങനെ കാണാതിരുന്നിരുന്ന അവരെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കി 2 പേരും 2 വഴിക്കാക്കണം. എത്രയും വേഗം ഗീതുവിനെ ഇവിടുന്ന് പുറത്താക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കിട്ടിയ അവസരം എന്തായാലും നല്ല രീതിയിൽ മുതലെടുക്കാൻ തന്നെയാണ് രാധികാമ്മ നിൽക്കുന്നത്. അത് പ്രിയനെ അതിന് കരുവാക്കിയേക്കുകയാണ്. അതിനുശേഷം അവരങ്ങനെ വീട്ടിലൊക്കെ വന്നതിന് ശേഷം ഗോവിന്ദനാണെങ്കിൽ ഗീതുവിനൊന്ന് കാണണമെന്നുണ്ട്, ഗീതുവിനും അതുപോലെ തന്നെ. അപ്പോൾ അവരോട് പറയുന്നുണ്ട് 2 പേരോടും കാണരുത്, നേരി കാണരുതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഗീതു ഇങ്ങനെ വിഷമിച്ച് റൂമിൽ പോയിരിക്കുക. പ്രിയയുടെ അടുത്ത് കൊടുത്താണ് ഗീതു കിടക്കുന്നതൊക്കെ. അപ്പോൾ ഇങ്ങനെ റൂമിലിരിക്കുമ്പോഴത്തേക്കും വിജയലക്ഷ്മി വിളിക്കുന്നുണ്ട്. അപ്പോൾ വിജയലക്ഷ്മി ചോദിക്കുക എന്താ മോളെ നിങ്ങൾ 2 ഒന്നിച്ചല്ലേ, നിങ്ങളിപ്പോൾ എവിടെയാണെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ഗീതുവിന് ദേഷ്യം വരുവാണ്. അപ്പം ഗീതുവിൻ്റെ ദേഷ്യം എല്ലാം വിജയലക്ഷ്മിയുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ വിജയലക്ഷ്മി ഈ പെണ്ണിന് എന്താ പറ്റിയത്, ഈ പെണ്ണ് എന്താ ഈ പറയണേ, ഉടക്കി ഇപ്പോൾ 2 പേരും പിന്നെ ഉടക്കായോ, ഇതിങ്ങനെ ആണെങ്കിൽ നിങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകും, 2 പേരും ഈ ഫുൾ ടൈം ഉടക്കാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയും ഗോവിന്ദൻ്റെ അടുത്തല്ല ഞാൻ ഉടക്കിയത്, പിന്നെന്താ. അപ്പോൾ പറയുന്നു രാധികാമ്മ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്നാലും നിങ്ങൾക്ക് ഒന്നിച്ച് നിന്നാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ പറയും പ്രിയ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ പറയുന്നുണ്ട് അതെന്താളും നല്ല കാര്യം, നിങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്ന് പ്രിയയ്ക്ക് മനസ്സിലായിക്കോളും, അതെന്താളും നല്ല കാര്യമാണ്, നിങ്ങൾ 2 പേരും കൂടി അതിൽ വിജയിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവർ ഫോണൊക്കെ വയ്ക്കുകയാണ്. അപ്പോൾ ഗീതുവിനെ ഫോണൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷെ ഫോൺ വിളിക്കുന്നതിന് വരെ വീട്ടിൽ റെസ്ട്രിക്ഷനുണ്ട് അവർക്ക്. ശേഷം അവർ ഭക്ഷണം കഴിക്കാനിരിക്കട്ടെ. അപ്പം ഗീതുവിന് കാണാൻ പോലും പറ്റുന്നില്ല ഗോവിന്ദനെ. അപ്പം ഗോവിന്ദ് പറയുന്നുണ്ട് എത്ര കാലം ഇതിനടുത്ത് നിന്നിട്ട് നമുക്കിങ്ങനെ സ്നേഹിക്കാൻ പറ്റിയില്ലല്ലോ, കല്ലും പതിലും വേർപെടിയുന്നത് വരെ ഇനി ഇങ്ങനെ നിന്നല്ലേ പറ്റുള്ളൂ എന്നിങ്ങനെ ഗോവിന്ദ് പറയുന്നുണ്ട്. അതിനുശേഷം അത് അവർ 2 പേരും പ്രണയം തുറന്നു പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് കാണാനുള്ളൊരു അവസരവും ഇല്ല. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും വെയിറ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. അതിനുശേഷം അവരിങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കാൻ എല്ലാവരും ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കുവാണ്. അപ്പോഴത്തേക്കും ഗീതു വിചാരിക്കുക ഇത് കിട്ടിയ അവസരമാണല്ലോ, ഇപ്പം ഗോവിന്ദേട്ടനെ കാണാലോ എന്ന് ഓർത്ത് ഗീതു ഓടി ചെല്ലുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദ് ഭക്ഷണം കഴിക്കാനിരിക്കുക. ഗോവിന്ദ് ഭക്ഷണം കഴിക്കാൻ ടേബിളിൽ ഇരുന്നാലും ഗോവിന്ദ് ഓട്ടം കണ്ടിട്ട് ഗീതുവിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്, ഗീതു വരുന്നുണ്ടോ എന്നറിയാം. അപ്പം ഗീതു ഓടിച്ചെന്ന് ഭക്ഷണം കഴിക്കാൻ ചെല്ലുമ്പോഴത്തേക്കും പ്രിയ ചേച്ചി അവിടെ നിൽക്കാൻ, നമുക്ക് 2 പേർക്കും ഒന്നിച്ച് കഴിക്കാമെന്ന് പറയാം. അല്ല എനിക്ക് വിശക്കുന്നുണ്ട് മോളെ, നമുക്ക് കഴിക്കാമെന്ന് പറയുമ്പോൾ വേണ്ട ഗോവിന്ദേട്ടൻ കഴിച്ച് കഴിഞ്ഞിട്ട് മാറട്ടെ, എന്നിട്ട് നമ്മൾ കഴിക്കുന്നുള്ളെന്ന് പറയുന്നു. അപ്പോഴത്തേക്കും ഗീതു അങ്ങ് ചെല്ലുമ്പോഴത്തേക്കും ഗോവിന്ദനെ ഇങ്ങനെ പ്രിയ നോക്കി പേടിപ്പിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും പിന്നെ എന്താണേലും അവരെല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുക. എന്നാലും അതിൻ്റെ ഇടയ്ക്ക് ഗോവിന്ദ് ഇങ്ങനെ ഓട്ടക്കണ്ണിട്ട് നോക്കുന്നുണ്ട് ഗീതുവിനെ കാണാൻ പറ്റുമോ അറിയാൻ വേണ്ടി. പക്ഷെ ഗീതുവിനെ കാണുന്നൊന്നുമില്ല. അതിനുശേഷം ഗോവിന്ദ് ഇങ്ങനെ ഫോൺ വിളിക്കുന്നുണ്ട് ഗീതുവിനെ. അപ്പോഴത്തേക്കും ഗീതു ഫോണിൽ പയ്യെ സംസാരിക്കുമ്പോഴത്തേക്കും പ്രിയയ്ക്ക് ആരാ വിളിക്കുന്നത്, അതല്ല വേറൊരു കോളാ, അതിനാണ് നിങ്ങൾ ഇത്ര പതിയെ സംസാരിക്കുന്നതെന്നൊക്കെ ചോദിക്കും. എന്നിട്ട് ചോദിക്കും എന്താ മോൾ ഉറങ്ങാത്തെ, പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്നവർ വേഗം ഉറങ്ങണ്ടേ എന്നൊക്കെ ചോദിക്കും. ഞാൻ ഉറങ്ങിയതാ ഗീതു ചേച്ചിയും കിടക്കാനൊക്കെ പറഞ്ഞ് അങ്ങനെ പ്രിയ ഇങ്ങനെ ഉറങ്ങാനേ. പ്രിയ ഉറങ്ങുന്നവരെ ഗോവിന്ദും ഗീതും വെയിറ്റ് ചെയ്തിരിക്കും അവർക്കൊന്ന് കാണാൻ വേണ്ടി, കണ്ട് സംസാരിക്കാൻ വേണ്ടി. അതിനുശേഷം ഉറങ്ങിയിട്ട് പുറത്ത് ബാൽക്കണിയിൽ അങ്ങോട്ട് വന്നേക്കാം എന്നാണ് പറയുന്നത്. അങ്ങനെ ഗോവിന്ദ് എങ്ങനെയാലും ഗീതുവിനെ കാണാമല്ലോ, അതിനുവേണ്ടി ഗോവിന്ദ് പയ്യെ എല്ലാവരും കിടന്ന സമയത്ത് പയ്യെ പമ്മി പുറത്ത് ചാടുന്നുണ്ട്. പുറത്ത് ചാടിയിട്ട് ഇങ്ങനെ നടക്കുക കേട്ടോ. അന്നേരപ്പോഴത്തേക്കും രാധികാമ്മ അതിൽ വരും. അപ്പം ഗോവിന്ദ് റൂമിലേക്ക് കയറി അങ്ങ് പമ്മിയിരിക്കുവാണ്. എന്നിട്ട് വേഗം എന്നപ്പോഴത്തേക്കും രാധികാമ്മ ആ റൂമിലേക്ക് കയറി വരുന്നതുകൊണ്ടെന്ന് അവരാരെ കയറി വരുന്നുണ്ടെന്ന് തോന്നി. അപ്പോൾ തന്നെ ഗോവിന്ദ് അതിൻ്റെ ഉള്ളിൽ ഒരു കബോർഡിൽ കയറിയിട്ട് ആ കബോർഡ് അങ്ങ് അടയ്ക്കുവാണ്, ആരും കാണാതിരിക്കാൻ വേണ്ടി. അവിടെ അപ്പം പുറത്ത് ആൾക്കാർ എങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഗോവിന്ദനാണെങ്കിൽ പുറത്ത് പോകാനും പറ്റുന്നില്ല. അവിടെ ഇരുന്ന് വേർത്ത് കുളിച്ച് ഗോവിന്ദന് പുറത്തിറങ്ങണമെങ്കിൽ അവിടെ നിന്ന് പുറത്ത് നിൽക്കുന്നൊരു ബാക്കിലേക്ക് അവിടെ നിന്ന് മാറണമല്ലോ. അവരവിടെ നിൽക്കുന്നതുകൊണ്ട് ഗോവിന്ദ് അവിടെ ഇരുന്ന് അങ്ങ് വേർത്ത് കുളിച്ചിരിക്കുന്നതാണ് കാണിക്കുന്നത്. രാധികാമ്മ കാഞ്ചനയോട് പറഞ്ഞിട്ടുണ്ട് അവരെ തമ്മിൽ കാണാനുള്ള ഒരു അവസരം കൊടുക്കരുത്, നീ വേണം ശ്രദ്ധിച്ചോണം, ഗീതുവിനെ നീ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ട് കാഞ്ചനയെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുണ്ട്.
രേഖയും രഞ്ജുവും പറയുന്നുണ്ട് ഇവർക്ക് തമ്മിൽ ഇത്ര ഇഷ്ടമാണെങ്കിൽ പിന്നെ ഇവർക്ക് ഒന്നിച്ച് നിന്നാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ പറയും അതിപ്പോൾ അവരുടെ സ്നേഹം എത്രമാത്രം അത് നമുക്കറിയില്ല. ഇനിയിപ്പോൾ നമ്മളെ പറ്റിക്കുന്നതാണോ, മുന്നേ ഇവർ നമ്മളെ പറ്റിച്ചില്ലേ, അതുകൊണ്ട് അവരെത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അവർ മനസ്സിലാക്കട്ടെ. അപ്പോൾ ഇത് നല്ല കാര്യം തന്നെയാണ് രേഖയും പറയുന്നുണ്ട് ഇങ്ങനെ. അപ്പോൾ അവരെയൊക്കെ പറ്റിച്ചിട്ട് എങ്ങനെയാലും ഇവർക്ക് കണ്ട് സംസാരിക്കണം. എന്നിട്ട് ഗോവിന്ദ് ഇങ്ങനെ പയ്യെ പുറത്തിറങ്ങിയിട്ട് ഗീതുവിനെ കാണാൻ വേണ്ടി ഇങ്ങനെ പതിയെ ചെല്ലുവാണ്. ഇങ്ങനെ മുട്ടിൽ കുത്തി പതിയെ ചെല്ലുന്നത്. ഗോവിന്ദ് കാണുന്നില്ല, ചെന്ന് മുട്ടുന്നത് രാധികാമ്മയുടെ കാലയിലേക്കാണ്. അതിനപ്പോഴത്തേക്കും ചോദിക്കും എന്താ കണ്ണാ ഇവിടെ കിടന്നൊരു പരുവരുക്കം എന്ന് ചോദിക്കുന്നുണ്ട്. നീ ഇവിടുന്ന് വേഗം പൊക്കിയാൽ നിന്നോട് പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചിട്ട് ഗോവിന്ദ് ആകെ നാണം കെട്ടു. കാരണം ഇങ്ങനെ പതുക്കെ മുട്ടുകുത്തി ചെന്ന് മുട്ടിയത് രാധികാമ്മയുടെ കാലിൽ. ഗീതുവിനാണ് രാധികാമ്മനെ കാണുമ്പോൾ തന്നെ കലിപ്പാണ്, എന്തെങ്കിലും വെച്ച് തലക്കിട്ട് കൊടുക്കും എന്നൊക്കെയാണ് ഗീതു ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നതൊക്കെ ഉണ്ട്. അങ്ങനെ അവർ പുറത്തൊക്കെ വെച്ച് കാണുന്നുണ്ട്. ഗീതുവും ഗോവിന്ദും കൂടെ ഓഫീസിൽ പോയി കഴിഞ്ഞ ശേഷം അവർ വീട്ടിൽ നിന്ന് ഒന്നിച്ച് പോകാനൊന്നും അവർക്ക് പറ്റില്ല. അവർ ഓഫീസിൽ വെച്ച് പോകുന്ന സമയത്ത് അവർ കാണുന്നുണ്ട്. അവിടെ വെച്ച് കണ്ടിട്ട് ഇങ്ങനെ രണ്ടുപേരൂടെ സംസാരിക്കുക കേട്ടോ. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഇപ്പോൾ ഒരു പ്രണയം, രണ്ടുപേരും ഇങ്ങനെ വീട്ടുകാരൊക്കെ കാണാതെ പ്രണയിക്കുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ അവർ രണ്ടുപേരെയും കാണിക്കുന്നത്. ഗീതു പറയുന്നുണ്ട് എനിക്ക് നേടാനുള്ളത് ഞാൻ നേടിയെടുക്കും എന്ന് പറയുന്നുണ്ട്. രാധികാമ്മേനെ ഒന്നും നോക്കില്ല എന്ന്, രാധികാമ്മനെ ഞാൻ ജയിക്കും എന്ന് പറയും. നമുക്ക് ഗോവിന്ദ് ചോദിക്കുന്നത് എന്ത് നേടിയെടുക്കും എന്നാണ് പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഗോവിന്ദന് അത് ഗീതുവിൻ്റെ വായിൽ നിന്ന് കേൾക്കാൻ വേണ്ടി അപ്പം ഗീതു ഇങ്ങനെ പറയുന്നുണ്ട് അത് ഞാനിപ്പോൾ എന്തായാലും പറയുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം ഇനി അടുത്ത ആഴ്ച വരുന്ന എപ്പിസോഡിൽ ഈ ഒരു രീതിയിലേക്കാണ് കഥകളുടെ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു പ്രൊമോ എപ്പിസോഡാണ്. അപ്പം ബാക്കി എന്ന് നമുക്ക് ഡീറ്റെയിൽ കഥയായിട്ട് കാണാം. ഓക്കെ.